മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകൻ 34:14 നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 34:14. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. സിറാക്കൂസിലെ രാജാവായിരുന്നു കെയ്റോ. അദ്ദേഹം സ്വർണം കൊണ്ടൊരു കിരീടം നിർമ്മിക്കുവാൻ തട്ടാന് കൽപ്പന നൽകി. കൃത്യസമയത്ത് തന്നെ സ്വർണപ്പണിക്കാരൻ കിരീടവുമായി രാജസന്നിധിയിലെത്തി. പക്ഷെ രാജാവിനൊരു സംശയം, ഇത് യഥാർത്ഥ സ്വർണം തന്നെയാണോ, അതോ സ്വർണത്തെക്കാൾ വില കുറഞ്ഞ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയതാണോ എന്ന്. എങ്ങനെയതറിയും? രാജാവ് ഈ പ്രശ്നം രാജസഭയിൽ അവതരിപ്പിച്ചു. പക്ഷെ ആർക്കും വ്യക്തമായ മാർഗം നിർദ്ദേശിക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും നിസ്സഹായരായി നിന്നു. പൊതുസ്ഥലത്താണ് അക്കാലത്ത് സാധാരണ പുരുഷന്മാർ കുളിക്കാറുള്ളത്. ടബുകൾ പോലെ കെട്ടിയിട്ടിരിക്കുന്ന ഈ വെള്ളത്തൊട്ടിയിൽ ഇറങ്ങി വേണം കുളിക്കാൻ. രാജാവ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും തേടി ഒരു മധ്യവയസ്കൻ ടബിൽ കുളിക്കാനിറങ്ങി. അയാളുടെ മനസ്സ് മുഴുവൻ കിരീടത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രം. ശരീരം തൊട്ടിയിലെ വെള്ളത്തിൽ താഴുന്നതനുസരിച്ച് ജലനിരപ്പ് ഉയരുന്നത് അയാൾ കണ്ടു. ചുളിഞ്ഞ നെറ്റിയോടെ അയാൾ അതുതന്നെ നോക്കി നിന്നു. പിന്നെ എന്തോ മഹാകാര്യം കണ്ടുപിടിച്ച മട്ടിൽ ടബിൽ നിന്നും ചാടി ഇറങ്ങി യുറേക്കാ യുറേക്കാ എന്നലറിക്കൊണ്ട് തെരുവോരങ്ങളിലൂടെ അയാൾ രാജകൊട്ടാരത്തിലേക്ക് ഓടി. എതിരെ വന്ന ജനക്കൂട്ടം അയാളെ കണ്ട് അമ്പരന്നു. കുളിത്തൊട്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ അയാൾ പൂർണ്ണ നഗ്നനായിരുന്നു. ഇയാളായിരുന്നു പ്ലവനതത്വം ലോകത്തിന് സമ്മാനിച്ച പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. BC 287 മുതൽ 212 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വിജയകരമായ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വസ്തുനിഷ്ഠമായ ചിന്താ സമ്പ്രദായം. കർത്താവിനെ ഭയപ്പെടുമ്പോൾ നമുക്ക് ഭീരുത്വം ആവശ്യമില്ല. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.